അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് പരസ്പരം സ്നേഹിക്കേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചിരുന്നു. അവിടെ ആ ബാബ് അള്ളാഹുക്ക് വേണ്ടി അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് പരസ്പരം മുഅ്മിനീങ്ങളുടെയുള്ള സ്നേഹം ഞങ്ങൾക്കൊരു നല്ലൊരു ഫ്രണ്ടിക്കറേ എന്നുള്ളത് അത് ഞങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾക്കായിട്ട് ഞാൻ ഇന്ന് പ്രവേശിക്കേ. ബാക്കി വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. 375 ഹദീസ് എന്തായിട്ട് ഈ ഹദീസിൽ ചൊല്ലേ, ഒരു മനുഷ്യന് 3 കാര്യം ഉണ്ട് കണ്ടെങ്കിൽ ഈമാനുടെ ടേസ്റ്റ് മാധുര്യം അവൻ അനുഭവിച്ചവൻ 3 കാര്യം വേണം. എന്തായിട്ട് 3 കാര്യം? ഒന്ന്, അള്ളാഹും അള്ളാഹുടെ റസൂല് എല്ലാത്തേക്കാളും അവനക്ക് ഇഷ്ടപ്പെട്ടതാവുക എന്നുള്ളത്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത്, റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഒരു കലോച്ചുള്ളത് നിൽക്കാം. എന്തേ? അള്ളാഹു ഇഷ്ടപ്പെടില്ലേ, അള്ളാഹുടെ റസൂലും ഇഷ്ടപ്പെടില്ലേ. അപ്പൊ അള്ളാഹും അള്ളാഹുടെ റസൂലിനെ നക്ക് മഹബത്തിന് പിന്നെ ഞാൻ അങ്ങനെ കളവച്ചോണ്ടേ. അള്ളാഹും അള്ളാഹുടെ റസൂലിട്ട് നക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനങ്ങനെ പിന്നെ നിസ്കാരത്തെ വിട്ടേ അല്ലേ. അപ്പൊ അള്ളാഹും അള്ളാഹുടെ റസൂൽ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവിടെ എന്നുള്ളത് പലക്ക സുലഭാൻ കണ്ടെങ്കിലും അത് പ്രവൃത്തിയിൽ കൊണ്ടുപറകു തെല്ല് കഷ്ടണ്ടെന്നുമല്ല, അതൊക്കെ പ്രതിഫലം കിട്ടുന്ന കാര്യം. അപ്പൊ ഒന്നാമതായി നബി തങ്ങൾ ചൊല്ലേത് അള്ളാഹും അള്ളാഹുടെ റസൂൽ അവനക്ക് ഇഷ്ടപ്പെട്ടവനാവണം. ആരെക്കാല്? എല്ലാരെക്കാളും. പിന്നെ ഈ മക്കളെക്കാളും കുടുംബത്തെക്കാളും എല്ലാത്തേക്കാളും. അപ്പോ പിന്നെ ഈ മക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അള്ളാഹു തആല ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവുമെങ്കിൽ ഒരു നിലക്കും അങ്ങോട്ട് നിനക്ക് റാജിയില്ല. അതിൽ അങ്ങോട്ട് നമുക്ക് അത് അങ്ങോട്ട് സേറകോ അതൊക്കെ പ്രോത്സാഹം കൊടുക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമേ ഉള്ള അല്ലേ. ഒന്ന്. രണ്ടാമത്തേതെന്ന് അത് സുലഭമായിട്ടിക്കല്. പിന്നെ ഉനക്ക് അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരു മനുഷ്യർ ഉനക്ക് ഫ്രണ്ട് ആക്കിയോണ്ട് എങ്ങനത്തവണ് നല്ല ഈമാനും തക്കവും അവന് വേണ്ടി മൊഹിബാവുടെ എന്നുള്ളത്. ഇതൊക്കെ ചെറിയ സ്വാതന്ത്ര്യമില്ല അല്ലെ. നല്ല ആൾമാരെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. നല്ല ആൾമാരെ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേണ്ടാത്ത ചെയ്യുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാറോ ഇല്ല, ഞങ്ങളെ ദൂരാക്കില്ല. സ്വരസുലഭാൻ ചെന്നെങ്കിലും പ്രതിഫലം കിട്ടിയ കാര്യങ്ങൾ ഐറ്റിക്കിടുക. അപ്പൊ അതില് എന്തുണ്ട്, ഞങ്ങൾ ഒരുപാട് വടക്ക് സ്വഭാവങ്ങളെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതിന്. പിന്നെ മൂന്നാമത്തേത് കുഫർ എന്നുള്ളത് ഒരൊട്ടി വെറുപ്പ് വേണം എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ ഈ മാന്റെ ടേസ്റ്റ് ആണ് അനുഭവിച്ചോ. അപ്പൊ ഞങ്ങൾ ഈ മാൻ എത്ര ഉണ്ട് തലക്കൂ ഞങ്ങളെ കയ്യിലേ അതിന് മീറ്റർ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞങ്ങൾ സാധാരണ ഉനക്ക് പണി എത്ര ഉണ്ട്, ഉനക്ക് വല്ലാത്ത അലക്കിടാറ് അല്ലെ. എല്ലാത്തിലും എത്ര GB ഉണ്ട്, എത്ര MB ഉണ്ട്, എത്ര ഡിഗ്രി ഉണ്ട്, എത്ര കൗണ്ട് ഉണ്ട്, എല്ലാത്തും കണക്കുണ്ട്. എന്നാ ഈ മാന്റെ മാധുര്യം ഓന്റെ കൽബിലുണ്ടോ എന്നാ അത് അലക്കുള്ള തെരുമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു ഹദീസ് നോക്കാം. 375 വാൻ അനസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് സലാസുൻ 3 കാര്യം മൻ കുന്ന ഫീഹി അത് ഒരുത്തനിൽ ഇല്ലെങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ ആ 3 കാര്യം കൊണ്ട് അവൻ ഈമാന്റെ മാധുര്യം അവൻ അനുഭവിക്കണം. അതിന്റെ ടേസ്റ്റ് അവന് കിട്ടിപ്പോയി തരണം. അൻ യകൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. ഫസ്റ്റ് വൺ, അള്ളാഹും അള്ളാഹുടെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതല്ലാത്ത എല്ലാത്തേക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാൾ, പെഞ്ഞൈ മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, ഫ്രണ്ടിനെക്കാൾ, എല്ലാത്തെക്കാളും അള്ളാഹും അള്ളാഹുടെ റസൂൽ ഇഷ്ടപ്പെട്ടവനാണ്. ഒന്നാമത്തത് ഇതുണ്ടോ ഞങ്ങൾ ഒന്ന് അളന്നു നോക്കാം അല്ലെ. അള്ളാഹും അള്ളാഹുടെ റസൂൽ ഏറ്റവും മഹബത്തുള്ള ആളാവിടെ എന്നുള്ളത്. അള്ളാഹുടെ ഒട്ടിയാൽ നമുക്ക് മഹബത്ത് വേണം, റസൂലിന്റെ ഒട്ടിയാൽ നമുക്ക് പിരിസം വേണം എന്നുള്ളത്. 2 വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ലില്ലാഹ്. ഒരു മനുഷ്യരെ അവൻ ഇഷ്ടപ്പെട്ട് എന്തിനു വേണ്ടി? അള്ളാഹു വേണ്ടി മാത്രം. പിന്നറാലെ ഫ്രണ്ട്, പിന്നൊരു മുഅ്മിനായ ഈമാനും തഖ്വയില്ലോണ്ട് കൊണ്ട് ഫ്രണ്ടായി വെച്ചോണ്ട് അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹം. ഇതൊക്കെ തവാബുണ്ട്, കൂലിയുണ്ട് എന്ന് വിചാരിച്ചിട്ട്. വഅൻ യക്റഅ അൻ യഊദ ഫിൽ കുഫ്ർ. കുഫ്റുക മടങ്ങലിനെ ഓൻ വെറുക്കിട്. ഈമാനുള്ള മുഅ്മിനല്ലേ, അപ്പൊ കുഫ്രിയത്തിലേക്ക് പോണ്ടേ എന്നുള്ളത് ഓന്റെ കൽബിൽ വെറുപ്പ് വേണം. അതിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം നമുക്കൊക്കെ അള്ളാഹ് ഈമാൻ തന്നില്ലേ,
തഖ്വ ചെന്നില്ലേ, നമുക്ക് മുത്തുനബി തങ്ങളെ കൊണ്ട് അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചില്ലേ, ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ടതെന്ന് ചൊല്ലത് ഞങ്ങളുടെ കൽബിൽ വെറുപ്പ് വേണം. അതൊട്ട് ഞങ്ങൾക്ക് ഇഷ്ടക്കൊതിറ വെറുപ്പ് വേണം. ഏതുപോലെ ഓണ്ടെ പിടിച്ച് തീക്കിട്ടെങ്കിൽ എത്ര ഓണക്ക് വെറുപ്പിക്കോ, അതുകൊണ്ട് ഇഷ്ടപ്പെടാനാ. ഓന്റെ ആരെങ്കിലും പിടിച്ചിട്ട് തീക്കിടണോ ഭർത്താക്കണെങ്കിൽ അവന്റെ മനസ്സുകൊണ്ട് എത്ര വെറുപ്പിക്കോ അതിരൊട്ടിക്ക് തീരൊട്ടി അല്ലെ എന്നതുപോലെ കുഫ്രിയത്തും ചൊല്ലതിരൊട്ടിക്ക് ഓന്റെ കൽബിൽ വെറുപ്പ് വേണം. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ അവൻ ഈമാന്റെ മാധുര്യം, അതിലെ ടേസ്റ്റ് അവൻ അനുഭവിച്ചവൻ മുത്തഫഖുന്നലെ. അപ്പോ ഈമാന്റെ അല്ലെ അതില് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ എന്താക്കുക, പിന്നൊരു ഈമാനും ചക്കമില്ല മനുഷ്യരെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് അവൻ്റെ ഒട്ടിಗೆ മഹബത്ത് വെക്കണേ എന്നുള്ളത് ഞങ്ങൾ ആഖിറം വിജയത്തുള്ള കാരണമായിട്ടിക്കടെ, ഞങ്ങൾ രക്ഷപ്പെടുള്ള ഒരു കാരണമായിട്ടിക്കടെ. അള്ളാഹു ഞങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ, നല്ല ആൾമാരെ സ്നേഹിക്കും കൂട്ടത്തിൽ കൂടുകയും അല്ലെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം എന്നെ ഉണ്ടോ. ദുനിയാവിലും ആഖിറത്തും സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടണമെങ്കിൽ അങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിക്കണം. ആ സ്നേഹം നിലനിർത്തണം. അതിനെ സംബന്ധിച്ചൊക്കെ ഹദീസുകൾ മരിച്ചങ്ങളൊട്ടുള്ള സ്നേഹം വേണം, അത് നല്ല ആൾമാരൊട്ടുക്കും വേണം. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ മുന്നത്തെ ക്ലാസ്സുകളിൽ കഴിഞ്ഞിരും. അപ്പൊ എന്നാ കൂടുതൽ വിവരിക്കുക പോകണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു ഖൈറുടെ ആൽമാരിൽ ഞങ്ങളൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാതു കൊടുത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.